നമ്മൾ പുതുക്കാടേക്കാണ് പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട്, കെ രാമചന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന പുതുക്കാട് MLAക്ക് എത്ര മാർക്ക്? 70.24 കെ രാമചന്ദ്രന്റെ CPM MLAയുടെ മാർക്ക്. 50ാമത്തെ റാങ്ക്. പുതുക്കാട് മണ്ഡലത്തിൽ 70.24 ഒരു ഇടതുപക്ഷത്തിന്റെ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരു MLAക്ക് കിട്ടാവുന്ന റാങ്കാണ്. ഒരു CPM വലിയ മുൻതൂക്കമുള്ള മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതിദാനം ചെയ്തിരുന്ന മണ്ഡലം, വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം. സ്വാഭാവികമായിട്ടും ഭേദപ്പെട്ട പ്രകടനം കൂടി കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ 70.24. ഇതിനിടയിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. നമ്മൾ പറയുന്ന ഈ മാർക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഒരു മണ്ഡലത്തിലെ വോട്ടർമാരെ കാണുമ്പോൾ നിങ്ങളുടെ MLAയുടെ പ്രവർത്തനം കഴിഞ്ഞ 5 വർഷക്കാലം എങ്ങനെയുണ്ടായിരുന്നു, അദ്ദേഹം എത്രമാത്രം ജനകീയനായിരുന്നു, നിങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ടു, അദ്ദേഹത്തിന് നിയമസഭാ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം എങ്ങനെ ഇടപെട്ടു, ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 10ൽ അദ്ദേഹത്തിന് എത്ര മാർക്കാണ് നൽകാൻ കഴിയുക എന്നത് നമ്മൾ ആ മണ്ഡലത്തിലെ നമ്മൾ തിരഞ്ഞെടുത്ത 10 പ്രദേശങ്ങളിൽ നിന്നായി 200ൽ പരം ആളുകളോട് ചോദിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുൻതൂക്കമോ വ്യക്തികളോ അങ്ങനെ സമുദായമല്ല, വളരെ നമ്മൾ ആ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൽ നമ്മൾ സെലക്ട് ചെയ്ത പ്രദേശത്ത് നമ്മൾ ആളുകളെ കണ്ടി അവർ നൽകിയ മാർക്കിന്റെ ആവറേജ് ആണ് നമ്മൾ ഓരോ MLA മാർക്കും. നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പം അഭിലാഷിന്റെ MLAക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ മാർക്ക് ചെയ്യാൻ പറ്റൂ. രാജീവ് സാറിന് എവിടെയാണ് നമ്മുടെ MLAക്ക് മാത്രം അതാത് വോട്ടർമാർക്ക്. എനിക്കിപ്പം ചാണ്ടി ഉമ്മനെ വലിയ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വലിയ മതിപ്പുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ വലിയ മതിപ്പുണ്ടെന്ന് കരുതി കോട്ടയം MLAക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. എന്റെ മണ്ഡലത്തിലെ ഏത് MLA ആണ് എന്ന് അതാത് മണ്ഡലത്തിലെ വോട്ടർമാർ വിലയിരുത്തിയ മാർഗാണ്. അതുകൊണ്ട് ഈ മാർക്കും റേറ്റിംഗും ഇനിയുള്ള ദിവസങ്ങളിൽ MLAമാർക്ക് അവർക്ക് മുമ്പോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ തിരുത്താനൊക്കെ ഉള്ള ഒരു സമയം ഒരു അവസരം കൂടിയാണ്. അതൊരു ശാസ്ത്രീയമായ മെത്തേഡ് വഴി കാൽക്കുലേറ്റ് ചെയ്ത മാർക്കാണെന്നാണ് ഇവിടെ അഖിൽ വിശദീകരിക്കുന്നത്. നമുക്ക് പുതുക്കാട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. തൃശ്ശൂർ ജില്ലയിലെ ഉറപ്പിച്ച സീറ്റുകളിൽ ഒന്നാണ് പുതുക്കാട് അട്ടിമറി ഉണ്ടാവുമോ? അവിടെ അട്ടിമറി ഇല്ല, അട്ടിമറിക്ക് സാധ്യതയില്ല. 47.78 LDFന്റെ വോട്ട് ശതമാനമായി കാണുന്നത്. UDF 33, 14.77% ലീഡ്. അവിടെ NDA 19% ഉണ്ട്. സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് നല്ല വോട്ട് കൊടുത്ത മണ്ഡലമാണ് പുതുക്കാട്. അത് എനിക്ക് തോന്നുന്നു ഈ പുതുക്കാട് മണ്ഡലത്തിന്റെ പരിധിയിൽ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും NDAക്ക് എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ പറ്റും. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കൊക്കെ BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. പക്ഷേ നമ്മുടെ ലീഡ് 14.7 എന്ന് പറഞ്ഞ നമ്മുടെ ലീഡ് വലിയ അട്ടിമറിയൊന്നും UDFന് അവിടെ സാധിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ BJPക്ക് വലിയ അട്ടിമറിയില്ല. നിലവിലത്തെ നിലയിൽ LDF അവിടെ കംഫർട്ടബിൾ മാർജിനിൽ. MLA പറ്റി നല്ല ഭേദപ്പെട്ട അഭിപ്രായമാണുള്ളത്. LDF കംഫർട്ടബിളായി പുതുക്കാട് ജയിക്കുമെന്നുള്ളതാണ് കോറിന്റെ ഒപ്പീനിയൻ പോൾ പറയുന്നത്.